വയനാട് DCC പ്രസിഡന്റ് പദവിയിൽ നിന്നും ഏതായാലും ND അപ്പച്ചനെ മാറ്റുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. പകരം ക്രൈസ്തവ സഭയെ പ്രതിനിധീകരിക്കുന്ന ആൾ വേണമെന്ന ആവശ്യവും ശക്തമാണ്. വയനാട്ടിൽ നിന്നും ക്രൈസ്തവ സഭയിൽ നിന്ന് ജനപ്രതിനിധികൾ ഇല്ല എന്നതാണ് വാദം. BJPയുടെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തെ തിരികെ കൊണ്ടുവരാൻ DCC പ്രസിഡന്റ് പദവിയിൽ സഭയുമായി അടുത്ത ബന്ധമുള്ളവരെ കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നത്. AK അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഇക്കാര്യത്തിൽ സഭാ നേതൃത്വത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കുമല്ലേ ഉണ്ടാവുക? അപ്പോൾ ആർക്കാണ് സാധ്യത? തീർച്ചയായിട്ടും സഭാ നേതൃത്വത്തിൻ്റെ താല്പര്യം കൂടി പരിഗണിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വയനാട് കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഏതൊക്കെ നേതാക്കളുണ്ടോ അവർക്കൊക്കെ ഗ്രൂപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കോൺഗ്രസിനെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ND അപ്പച്ചനെ മാറ്റുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പകരം ആര് എന്നുള്ള ചോദ്യത്തിലാണ് 7ഓളം പട്ടികയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് PD സജിയുടെ പേരാണ് ഇതിൽ ഏറ്റവും പ്രബലമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ TJ ഐസക്, KE വിനയൻ, KL പൗലോസ്, അഡ്വക്കേറ്റ് രാജേഷ് കുമാർ, MM നിഷാന്ത് തുടങ്ങിയ ഇത്രയും പേരുടെ പട്ടിക ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൻ്റെ കൈവശമുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സഭ പറയുന്നത് BJPയുടെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരുപാട് ക്രൈസ്തവ അംഗങ്ങളുണ്ട്. അവരെ തിരികെ കൊണ്ടുവരണമെങ്കിൽ സഭയുമായി ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളെ ആയിരിക്കണം DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികളായി ആരും സഭയുടെ പ്രതിനിധികളായിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും മറ്റ് നിയമസഭാ മണ്ഡലങ്ങളാണെങ്കിലും ഒക്കെ മറ്റ് മതസ്ഥരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയ്ക്ക് മുൻഗണന നൽകണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തത്. ഈ ആവശ്യവുമായി തന്നെ അവർ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും PD സജിയുടെ പേരിനാണ് മുൻതൂക്കം ലഭിക്കുന്നതെന്നാണ് സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. സഭയ്ക്കും ഈ പേരിനോട് ആഭിമുഖ്യമുണ്ട്. ഇയാളെ ആക്കുന്നതിനോട് സഭയ്ക്ക് യാതൊരു തരത്തിലും വിയോജിപ്പുമില്ല. ഏതായാലും സഭയുടെ ആവശ്യം എന്താണ് എന്നുള്ള കാര്യം KPCCയോടും അതോടൊപ്പം AICCയോടും അവർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വിനീത. ശരി, AK അഭിലാഷ് വിവരങ്ങൾ നൽകിയാലും നമുക്ക് ഇടുക്കിയിലേക്ക് കൂടി പോകണം. ഏതായാലും പുനഃസംഘടനാ ചർച്ചകൾക്കിടെ ഇടുക്കിയിൽ DCC പ്രസിഡന്റ് CP മാത്യുവിനും കുടുംബത്തിനുമെതിരെ അപവാദ പ്രചാരണമുണ്ട്. കട്ടപ്പനയിലും തിരുവനന്തപുരത്തും അശ്ലീല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ മാസം 15-നാണ് ഒരേ സമയം പോസ്റ്ററുകൾ കണ്ടത്. അപവാദ പ്രചരണത്തിന് പിന്നിൽ കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് എന്നതാണ് ആരോപണം. CP മാത്യുവിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുമുണ്ട്. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, പുനഃസംഘടനാ ചർച്ചകൾക്കിടെ ഇടുക്കിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഇതിലിപ്പോൾ കേസെടുത്തിരിക്കുന്നു ഈ അപവാദ പ്രചരണത്തിലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വിനീത, നിലവിലെ ഇടുക്കി DCC പ്രസിഡന്റ് ആയിട്ടുള്ള CP മാത്യു മാറുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ജോയ് വെട്ടിക്കുടി അല്ലെങ്കിൽ S അശോകൻ ആയിരിക്കും അടുത്ത DCC പ്രസിഡന്റ് ആകാൻ സാധ്യത. ജാതി സമവാക്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും അതിലൊരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഈ സാഹചര്യത്തിലാണ്, അതായത് CP മാത്യു മാറുമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചാരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CP മാത്യുവിനും കുടുംബത്തിനും നടത്തിയ അപവാദ പ്രചാരണത്തിലാണ് ഇപ്പോൾ തൊടുപുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 15-ാം തീയതിയായിരുന്നു കട്ടപ്പനയിലും തൊടുപുഴയിലും ഒരേ സമയം പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതായത് അതിനെ തുടർന്ന് കുടുംബം നൽകിയ പരാതിയിലാണ് സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പ് ചുമത്തിക്കൊണ്ട് തൊടുപുഴ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്കറിയുന്ന വിവരമനുസരിച്ച് കട്ടപ്പനയിലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും അതിൽ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരാണ് ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ് പറയേണ്ട കാര്യം. അശ്ലീല ചൂയോട് കൂടിയിട്ടുള്ള തീർത്തും അശ്ലീലം നിറഞ്ഞ പോസ്റ്ററുകളാണ് CP മാത്യുവിനെതിരെയും കുടുംബത്തിനെതിരെയും ഒട്ടിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് ഈ പോസ്റ്ററുകൾക്ക് പിന്നിൽ എന്നാണ് CP മാത്യുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നത്. വിനീത, ശരി, ഏതായാലും KPCC നേതൃത്വം ഇതിൽ ചർച്ചകൾ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ. ഇപ്പോഴും ദില്ലിയിലെ ചർച്ചകളിൽ സമവായമാകാതോടെ ഇന്നും നാളെയും സംസ്ഥാനത്തും ചർച്ചകൾ നടക്കുകയാണ്. തിങ്കളാഴ്ചയോടെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറുമെന്നാണ് അറിയേണ്ടത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ മാറ്റമുണ്ടാകില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒന്നിലേറെ പേരുകൾ മറ്റു ജില്ലകളിലുണ്ട്. അതിൽ നിന്നും ആരുടെ പേരൊക്കെ ആയിരിക്കും വരിക എന്നതുകൂടി അറിയണം. നേതാക്കളുടെ സമ്മർദ്ദം ഫലം കാണുമെന്ന് വരും മണിക്കൂറുകൾ നമുക്കറിയാം. വിവരങ്ങൾ നൽകിയായിരുന്നു R റോഷിപാലും TV പ്രസാദും നോബിൾ മാരിക്കാരനും അർജുൻ കല്യാടും AK അഭിലാഷും ഒപ്പം രാഹുൽ സുരേഷ്.